അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പിറുസത്തു ചങ്ങായിമാർ പരിശുദ്ധമായ തറാവീ നിസ്കാര സരിയായ റൂപ്പ് എങ്ങനെയായിട്ട് നീയത്ത് വെക്കണായത് ഏത് സൂറത്തായിട്ട് ഓതനായ വജ്ജഹത്ത് ഓതണ്ടേ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള തറാവീ നിസ്കാരവുമായിട്ട് ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടിക്കണായ എല്ലാ വിഷയമായിട്ട് ഇൻ്റെതാ നിങ്ങളൊട്ടിക്ക് ചൊല്ലത് അൽഹംദുലില്ലാ നിങ്ങളെ ക്ലാസ്സിൽ പിറുസ വെക്കണമെങ്കിൽ ഇത്ര ആൾമാറുകളിൽ ഇത് എത്തുപാട്ടങ്ങ ചുമ്മ വിഷയം ചൊന്നിട്ടു ദുആർക്കൊണ്ടുകൊണ്ട് വസീയത്താക്കി അർഹമുർ റാഹിമീൻ റബ്ബ് അങ്ങനെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഖൈറായ സന്തോഷമുള്ള ജീവിതം പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ പരിശുദ്ധമായ ശ്രേഷ്ഠമായ ഒരു നിസ്കാരമായിട്ട് തറാവീഹ് നിസ്കാരം ചൊല്ലത് പരിശുദ്ധമായ റമളാൻ തിങ്കളിൽ മാത്രം സുന്നത്തായിട്ടുള്ള ഒരു സ്പെഷ്യൽ നിസ്കാരമായിട്ട് തറാവീഹ് നിസ്കാരം വലിയ മഹത്വമായിട്ട് വലിയ ശ്രേഷ്ഠതയായിട്ട് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബിഹി. ആരെങ്കിലും പരിശുദ്ധമായ റമളാൻ തിങ്കളിൽ അതാ ഈ ഒരു തറാവീഹ് നിസ്കരിക്കുകയാണ് കണ്ടെങ്കിൽ എങ്ങനെ ഈമാൻ നല്ല വിശ്വാസത്തിൽ വഹ്തിസാബൻ കൂലി കിട്ടണോ പ്രതിഫലം കിട്ടുമോ ചൊല്ലി എനിക്കത്തെ ആ ഒരു വലിയ ആസിൽ ആഗ്രഹത്തിൽ നിസ്കരിക്കാണ്ടെങ്കിൽ ഉഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബിഹി അവൻ്റെ ലൈഫിൽ വന്നുപോയ എനിക്കത്തെ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാണ്ടായിരിക്കും. മാത്രമല്ല ഓരോ നാളും തറാവീഹ് നിസ്കാരത്തുക ഓരോ പ്രതിഫലമായിട്ട് യജമാനായ റബ്ബ് നമുക്ക് തന്നെ മഹാന്മാർ നമുക്ക് പഠിപ്പാടി തന്നെ എനിക്കത്തൊരു വിഷയമായിട്ട് പരിശുദ്ധമായ തറാവീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ള എനിക്കത്തെ ഒരു നിസ്കാരമായിട്ട് ആണിങ്ങും പെണ്ണിങ്ങും സുന്നത്തായിട്ട് തറാവീഹ് നിസ്കാരം എത്ര റക്അത്തായി ചില ആൾമാർ 20 റക്അത്ത് ചില ആൾമാർ 23 ചില ആൾമാർ 8 റക്അത്ത് ഏതായിട്ട് സരിയായ റക്അത്ത് റൂപ്പാൻ ചൊല്ലത് പരിശുദ്ധമായ തറാവീഹ് നിസ്കാരം ചൊല്ലത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എല്ലാ ആലിമീങ്ങ പണ്ഡിതന്മാർ ചൊല്ലത് പരിശുദ്ധമായ തറാവീഹ് നിസ്കാരത്തെ 20 റക്അത്തായിട്ട് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ ഒരു നിസ്കാരം 2-3 നാൾ മാത്രമായിട്ട് പബ്ലിക്കായിട്ട് നിസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ ഒരു നിസ്കാരം തുടങ്ങുമ്പോഴത്തേക്കോ സ്വഹാബത്തുൽ കിറാമും വന്നിട്ട് നബി തങ്ങളൊട്ടിಗೆ കൂടാർ വലിയ ആവേശമായിട്ട് നബി സല്ലല്ലാഹു വസ്ത്രം നിസ്കരിക്കുന്ന സ്വഹാബത്ത് വലിയ ആവേശം. പിറ്റേനാൾ നോക്കുമ്പോഴത്തേക്കും ആലയാറായിട്ടുണ്ട് സ്വഹാബത്തുക്ക് വലിയ ആവേശം. മൂന്നാമത്തെ നാൾ ഇതേപോലെ ഇതെല്ലാം കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഈ ഒരു നിസ്കാരം അള്ളാഹു ഫർലാക്കുവാൻ ചൊല്ലി എനിക്ക് എത്ര പേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് പിന്നെ പബ്ലിക്കായിട്ട് ഈ ഒരു നിസ്കാരം നിസ്കരിക്കില്ല. പിന്നെ സ്വഹാബത്തുൽ കിറാം അവിടെ ആയിട്ട് അങ്ങനെ നിസ്കരിച്ചുകൊണ്ട് ഇന്നാർ പള്ളിയുടെ ഉൽഗമേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലത്തോളം അങ്ങനെ ആയിട്ട് മഹാനായിട്ടുള്ള അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് ഗ്യാരണ്ടി കിട്ടി എനിക്കത്തെ ഒരു സ്വഹാബിയും കൂടിയായിട്ട് മഹാൻ എന്താക്കടി ഈ സ്വഹാബത്തുൽ കിറാം പള്ളിയുടെ ഉൽഗ അവിടെ ഇങ്ങനെ ഈ ഒരു തറാവീഹ് നിസ്കാരം കാണുമ്പോഴത്തേക്കും അങ്ങനെ എല്ലാവരും ഒട്ടാക്കിയിട്ട് ഒരു ജമാഅത്താക്കിയിട്ട് മഹാനായിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുവാനായിട്ട് വാടിയിട്ട് അങ്ങനെ ആയിട്ട് ആ ഒരു ജമാഅത്ത് നടക്കുന്നത്. ആ സമയത്തിൽ 20 റക്അത്തായിട്ട് ആ ഒരു ജമാഅത്ത് നടക്കുന്നത്. ആ മഅ്മൂമിങ്ങളായിട്ടുള്ള ആൾമാർ ഉമർ റളിയല്ലാഹു അൻഹു അതേപോലെ മഹാനായിട്ടുള്ള ഉസ്മാനെ തങ്ങളുണ്ട് അലിയാർ തങ്ങൾ സ്വർഗം കൊണ്ട് ഗ്യാരണ്ടി കിട്ടി എനിക്കെത്തെ സ്വഹാബത്തുൽ കിറാം എല്ലാവരും കൂടിയിട്ട് 20 റക്അത്തായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുക. അപ്പോൾ വലിയ മഹത്വമുള്ള എനിക്കെത്തെ ഒരു 20 റക്അത്ത് നിസ്കാരമായിട്ട് ഈ ഒരു തറാവീഹ് നിസ്കാരം ചൊല്ലത്. അപ്പോൾ ഇത് നിസ്കരിക്കണായ ആ ഒരു ടൈം ഏതായിട്ട് നിസ്കരിക്കണായ ടൈമും ചൊല്ലത് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ആ സുബൈയുടെ ബാങ്കയുടെ മധ്യത്തിലേക്ക് ആ ഒരു ടൈമിലായിട്ട് തറാവീഹ് നിസ്കാരം നിങ്ങൾ നിസ്കരിക്കണായത്. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കണായ ഒരു വിഷയമാണ് ചില പള്ളികൾ നിങ്ങൾ നോക്കുക. അതായത് ഈ ഒരു ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ആ തറാവീഹ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുക. അതേ സമയത്തിൽ ഇശായുടെ കഴിഞ്ഞിട്ടുള്ള ഒരു റവാത്തിബ് ജൻറക്ക സുന്നസ്കാരമുണ്ട്. അത് മിസ്സാക്കണ എനിക്കത്തെ പല ആൾമാരുള്ള ഒന്നിരിക്കൊരു ഇശാ ജമാഅത്തായ സാഹിത്യ ഹൗദരക്കാരിൽ പോയിട്ട് തെച്ചിട്ട അല്ലെങ്കിൽ എന്താ പരിപ്പറ ചെറിയ മീറ്റിങ്ങുകളിലാക്കിയിട്ട് തറാവീഹ് നിസ്കാരത്തെ ജമാഅത്ത് നടക്കുമ്പോയിട്ട് പിന്നെ നിസ്കാരത്തേക്ക് വന്ന് ചേരുന്നത്. അതേ സമയത്തിൽ ഈ ഒരു ഇശായുടെ ജൻറക്കാത്തുള്ള ആ ഒരു റവാത്തിബ് നിസ്കാരം വലിയ കൂലിയായിട്ട് ഈ 20 റക്അത്ത് തറാവീഹ്‌യേക്കാൾ വലിയ പവറായിട്ട് ആ ഒരു ജൻറക്കാത്ത് ഇശായുടെ ആ ഒരു സുന്നസ്കാരത്തുള്ള. അതുകൊണ്ട് ആ ഒരു നിസ്കാരം നിങ്ങൾ മിസ്സാക്കൂ തീരാനായിട്ട്. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതേ സമയത്തിൽ ഇപ്പോൾ ഇശായുടെ ഒരു ജൻറക്ക സുന്നസ്കരിക്കാത്തത് കൊണ്ടിട്ട് തറാവീഹ് നിസ്കാരം ശരിയാവണം അതൊക്കെയൊന്നും പ്രോബ്ലം ഇല്ല. പക്ഷെ ആ ഒരു നിസ്കാരം നിങ്ങൾ എന്താക്കൂ തീരാ മിസ്സാക്കൂ തീരാണ്ട് പ്രത്യേകമായി
പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണായിരിക്കത്ത ഒരു വിഷയം കൂടി. അതേപോലെ ഈ ഒരു തറാവീഹ് നിസ്കാരത്തിക്ക് ബാങ്കും ഇഖാമത്തും സുന്നത്ത് ഇല്ലാണ്ടായിട്ടിക്കട്ടെ. ഇനി അതേ സമയത്ത് അങ്ങ് പള്ളിയിലെല്ലാം നോക്കിയാൽ ഈ ഒരു തറാവീഹ് നിസ്കാരം തുടങ്ങുന്ന സമയത്തിൽ അസ്സലാത്ത് ജാമിയ അസ്സലാത്ത് ജാമിയ അസ്സലാത്ത് ജാമിയ എല്ലാവരും നിസ്കാരത്ത് ഒരുമിച്ച് കൂടെ ചൊല്ലത് അത് മഹാന്മാർ ഞങ്ങൾക്ക് പഠിപ്പാടി നല്ലൊരു വിഷയമായിട്ടിക്കട്ടെ. ആൽമാർക്കെല്ലാം ഈ ഒരു ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട് കൊന്താവും. അതേപോലെ സല്ലു അല നബിയിൽ മുസ്തഫൽ മുഖ്താരി സയ്യിദന മുഹമ്മദ് വആലി ആ സ്വലാത്ത് ചൊല്ലുകയായിട്ട് ചൊല്ലതല്ല അതെല്ലാം മഹാന്മാർ ഞങ്ങൾക്ക് പഠിപ്പാടി തന്നെ എടുക്കത്ത ഒരു വിഷയമായിട്ട്. മാത്രമല്ല അങ്ങനെയുള്ള ചൊല്ലുമ്പോഴത്തേക്കും ആ നിസ്കാരത്തേക്ക് ഒരു ആവേശവും ഒരു എനർജിയും എല്ലാമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതേപോലെ നിസ്കാരത്തെ മധ്യത്തിൽ സ്വലാത്ത് ചൊല്ലാൽ, ചില ആളുകളെ ഖലീഫമാരെ പേര് ചൊല്ലാൽ. അപ്പോൾ ഇതെല്ലാം നിസ്കാരത്തിൽ ഒരു ആവേശം കിട്ടുകയായിട്ടായിട്ടിക്കടെ ഈ ഓരോ ഈ സ്വലാത്തെല്ലാം ചൊല്ലത് അത് ചൊല്ലാതെ നല്ലൊരു വിഷയം കഴിയും. ഇപ്പം ഞങ്ങളെ ഔത്തുള്ള എനിക്കത്തെ പെണ്ണുങ്ങൾ എന്താക്കുക ഈ സ്വലാത്തെല്ലാം ഓരോ ജനറക്ക നിസ്കാരത്ത് അതേപോലെ നിസ്കാരം തുടങ്ങുന്ന സമയത്തെല്ലാം തുടങ്ങണേക്ക് മുന്നോരെല്ലാം ഈ സ്വലാത്തെല്ലാം ചൊല്ലാനുണ്ടെങ്കിൽ അത് ആ നിസ്കാരത്തിലൊരു ആവേശം. അതേപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാരി ദിക്ർ ചൊല്ലത് അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ. ഇതെല്ലാം നല്ല ഒരു വിഷയം കൂടിയായിട്ട്. അപ്പോൾ ഏതായിട്ടും ബാങ്കും ഇഖാമത്തും ഈ ഒരു നിസ്കാരത്തിക്ക് സുന്നത്തില്ലാണ്ടായിട്ടിക്കടെ. ഇനി നിയ്യത്ത് വെക്കുണായ റൂപ്പ ഈ ഒരു തറാവിസ്കാരം ചൊല്ലത് രണ്ട് റക്കാത്തായിട്ടായിട്ട് നിസ്കരിക്കണായി ഒറ്റ ഇരിയോറക്ക നിസ്കരിക്കണമല്ല. റക്കാത്തായിട്ട് സലാം വീട്ടിട്ട് പിന്നെ റക്കാത്ത് അങ്ങനെ ആയിട്ടിട്ട് ഇരിയോറക്കാത്ത് നിസ്കരിക്കണായി. നിസ്കാരത്തുക ഇപ്പം മുന്നൂറ് നെയ്യത്ത് വെക്കുമ്പോഴത്തേക്ക് ഇരിയോറക്കാത്തിൽ ഒട്ടിക നെയ്യത്ത് വെക്കുക ആവില്ല. അങ്ങനെ നെയ്യത്ത് വെച്ചെങ്കിൽ നെയ്യത്ത് ശരിയാവില്ല. ഓരോ റക്കാത്തും എന്താക്കണോ ഈ ഓരോ തറാവിയുടെ നെയ്യത്ത് വെക്കൽ. നെയ്യത്ത് ഉള്ളത് മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടിട്ട് ആ നെയ്യത്ത് വെച്ചില്ലാണ്ടെങ്കിൽ നിങ്ങളെ നിസ്കാരം സ്വഹിയാവില്ലാണ്ട്. അപ്പോൾ ഫസ്റ്റ് അത് ജനറക്ക തുടങ്ങുമ്പോൾ എല്ലാ ജനറക്കാത്തിലെ തുടക്കത്തിൽ തറാവി ചൊല്ല സുന്നത്ത് നിസ്കാരം അള്ളാഹുബേനായിട്ട് നാണ് നിസ്കരിക്കുക. ഇമാമരൊട്ടിക്ക് കൂടിയിട്ട് മഅ്മൂമായിട്ട് നിസ്കരിക്കുന്ന ആൾമാർ ഇമാമരൊട്ടിക്ക് കൂടിയിട്ട് നാ നിസ്കരിക്കണം. ഇനി ഇമാം നിൽക്കുന്ന ആൾ ഇമാമായിട്ട് നാ നിസ്കരിക്കണം. ഇങ്ങനെ ആയിട്ടിക്കട് തറാവിക്ക് നീയത്ത് വെക്കണായ റൂപ്പാൻ ചൊല്ലി. ഇനി നീയത്ത് വെച്ചിട്ട് നിങ്ങൾ എന്താക്കട്ടെ കൈകെട്ട തക്ബീറത്തില്ല. കൈകെട്ടിൽ പിന്നെ ഫസ്റ്റ് നിങ്ങൾ എന്തേ വജ്ജഹത്തുമായിട്ട് ഇക്കടെ ഓതര വജ്ജഹത്ത് ഓതണ്ടേ വജ്ജഹത്ത് ഓതുക സുന്നത്തായിട്ടിക്കടെ. വജ്ജഹത്ത് ഓതില്ലെങ്കിൽ നിസ്കാരத்துக்கு ഒരു തൊന്തയില്ല ഒരു പ്രോബ്ലം. അതേ സമയത്ത് ഈ വജ്ജഹത്ത് ആ ഒരു സുന്നത്ത് വിട്ടത് കൊണ്ടിട്ട് ഒരു കറാഹത്ത് അവിടെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ വജ്ജഹത്ത് നിങ്ങൾക്ക് പൂർത്തിയായിട്ട് ഓതുകില്ല. ആ ഒരു ടൈം ആ ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടില്ലാണ്ടെങ്കിൽ ഷോർട്ടായിട്ടുള്ള ചില ഇഫ്തിത്താദിലെ ദിക്റും കൊണ്ട് അത് ചൊന്നേന് കണ്ടെങ്കിലും ഈ ഒരു ദുആഉൽ ഇഫ്തിത്തായുടെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ആ ഒരു കറാഹത്ത് ഇല്ലാണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഷോർട്ടായിട്ട് ചെറിയ രൂപത്തിലുള്ള 2-3 ദിക്ർ ചൊല്ലും. അത് നിങ്ങൾക്ക് ഏത് സൗകര്യം ആവണം ആ ഒരു ദിക്ർ ആ സമയത്ത് ചൊല്ലും. ഒന്നിരിക്കലും ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ ഇത് ചൊല്ലാം. ഇത് ആവില്ലാണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഇങ്ങനെ ചൊല്ലാം. അതല്ല ഇതും ആവില്ലാണ്ടെങ്കിൽ ഇതിനാ ചെറിയത് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് ഈ ദിക്ർ ഇതിൽ ഏതെങ്കിലും ഒരു ദിക്ർ. ഒന്നിരിക്കലും ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ അതല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അതല്ലെങ്കിൽ സുബ്ഹാനകല്ലാഹു വബിഹംദിക് കൈകെട്ടിയ സാത്തിക്ക് ഒരു ദിക്ർ ചൊല്ലാം. അതിൽ പിന്നെ ഔദ് ഓതിയൽ പിന്നെ ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതൽ പിന്നെ ഏത് സൂറത്ത് ഓതണം ഏത് സൂറത്ത് പിന്നെ ഓതാം. നമുക്ക് ഒന്നുമില്ല പ്രത്യേകമായിട്ട് ഈ സൂറത്ത് ഓതണോട്ട് തറാവിടെ വിഷയത്തിൽ ചൊന്നതായിട്ട് കാണല. അപ്പോൾ ഏത് നിങ്ങൾക്ക് സൂറത്ത് വന്നു. ഇപ്പോൾ ഒരാൾക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അത് മാത്രം കൊന്നില്ല എന്തെങ്കിലും എല്ലാ റക്കാത്തിലും എന്താക്കുക അയാൾക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതാം. അതേസമയത്ത് ഇമാം ജമാഅത്ത് നടക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇമാം ഫാത്തിഹ ഓതുമ്പോൾ ആ ഫാത്തിഹ മഅ്മൂമിങ്ങളായ നിങ്ങൾ എന്താക്കണം അത് കേൾക്കണം. അതേപോലെ സൂറത്ത് ഓതുമ്പോഴത്തായിട്ട് നിങ്ങൾ എന്താക്കണം ഫാത്തിഹ ഓതണം. ഇനി ഇമാം സൂറത്ത് ഓതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫാത്തിഹ പൂർത്തിയായിട്ട് ഓതുക ആവില്ലാണ്ട് കണ്ടെങ്കിൽ ആ ഇമാം ഫാത്തിഹ ഓതിട്ട് മധ്യത്തിൽ എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫാത്തിഹ ഓതത്ത് തുടങ്ങാം. ഞങ്ങൾ ഫാത്തിഹ തുടങ്ങി എന്തുകൊണ്ടിട്ട് ഞങ്ങൾ ഇമാം സൂറത്ത് കംപ്ലീറ്റ് ആകുമ്പോൾ ഞങ്ങൾക്ക് ഫാത്തിഹ കംപ്ലീറ്റ് ആവില്ല എന്നേന് കണ്ടെങ്കിൽ ആ ഇമാം ഫാത്തിഹ ഓത് തുടങ്ങിയിട്ട് അതിൻ്റെ മധ്യത്തിൽ എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫാത്തിഹ ഷുറുവാക്കി. ഇങ്ങനെ ആയിട്ടിട്ട് ഞങ്ങൾ എന്താക്കണ നിസ്കരിക്കണം. അങ്ങനെ നിസ്കാര സൂറത്ത് ഓതിട്ട് അതിൽ പിന്നെ റുക്കൂ പോയിൽ പിന്നെ എഴുത്തിദാൽ ജണ്ട് സുജൂദ് അങ്ങനെ രണ്ടാമത്തെ റക്കാത്തുൽ ഔദു ഫാത്തിഹ സൂറത്ത് ഇങ്ങനെ ഓതിയിട്ട് അങ്ങനെ രണ്ട് റക്കാത്തായിട്ട് ലാസ്റ്റ് അത്തഹിയ്യാത്ത് നിൽക്കുമ്പോഴത്തേക്കോ ഞങ്ങൾ സാധാരണ ഫർള് നിസ്കാരത്തിൽ ലാസ്റ്റ്
അത്തഹിയാത്ത് ദിക്കില്ലേ ആ രൂപത്തിലായിട്ട് നിങ്ങൾ ദിക്കുണായ. അപ്പോൾ ഇങ്ങനെ ഓതണം അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യ വറഹ്മത്തുള്ളാഹി വബറകാത്തു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അവിടുത്തെ അത്തഹിയാത്ത് അതിൽ പിന്നെ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ മുഹമ്മദ് ആ ഒരു സ്വലാത്ത് ചൊല്ലുക. ഇത് ചൊല്ലലോടുകൂടി അത്തഹിയാത്ത് എന്താണ് കംപ്ലീറ്റ് അത്തഹിയാത്തും സ്വലാത്ത്. ഈ സ്വലാത്ത് അവിടെ എന്താക്കുക പൂർണ്ണമായിട്ട് ഓതെങ്കിൽ പൂർത്തിയായിട്ട് ഓതുക അത് നല്ലതായിട്ട് കിട്ടും. ഇനിയിപ്പോൾ പൂർത്തിയായിട്ട് ഓതുകാവില്ലാണ്ടെങ്കിൽ ഇത്ര സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ മുഹമ്മദ് ഇത് ഓതുക. അതിൽ പിന്നെ ഉള്ള ദിക്റുണ്ട് അല്ലാഹുമ്മ ഗഫിർ ലി മാ ഖദ്ദംതു മാ അഖർതു. ഇതിപ്പോൾ പൂർത്തിയായിട്ട് നിങ്ങൾക്ക് ഓതുകാവില്ലാണ്ട് കണ്ടെങ്കിൽ اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ചൊന്നിട്ട് എന്താക്കുക സലാം. ഇപ്പം ഇങ്ങനെ നിങ്ങൾ നിസ്കരിക്കണമെങ്കിൽ ഒരു കറാഹത്ത് പോലും നിങ്ങളുടെ ഭാഗത്തിൽ വരാട്ടെ ആ ഒരു ശരിയായ രൂപത്തിൽ നിങ്ങൾക്ക് എന്താക്കാടും നിസ്കരിക്കുക അവിടെ ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെ ആയിട്ടിക്കടെ തറാവീഹ് നിസ്കരിക്കണായ റൂപ്പാൻ ചൊല്ലത്. ഇത് തറാവീഹ് നിസ്കാരെല്ലാം കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകമായിട്ട് മഹാന്മാർ പഠിപ്പാട്ടിക്കണ്ട എനിക്കത്തെ ഒരു ദ്വാവുമായിട്ടിക്കടെ. ഇപ്പം ഞാൻ ചൊന്നേ ഈ ഒരു ജൻറക്കാത്ത് തറാവി ഇങ്ങനെ ഇരുറക്കാത്തായിട്ടിക്കടെ നിങ്ങൾ നിസ്കരിക്കണം. ഇതായാൽ പിന്നെ എന്താക്കുക ദ്വാർക്ക അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്രി റമളാൻ ഉതഖാഅ വതുലഖാഅ വഖുലസാഅ വഉമനാഅ മിനൻ നാർ ഇജ്അൽനാ മിൻ ഉതഖാഇക വതുലഖാഇക വഖുലസാഇക വഉമനാഇക മിനൻ നാർ ഇജ്അൽനാ യാ ഇലാഹനാ യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ് മിനസ് സുഅദാഇൽ മഖ്ബൂലീൻ വലാ തജ്അൽനാ മിനൽ അഷ്ഖിയാഇൽ മത്റൂദീൻ റബ്ബനാ തഖബ്ബൽ صيامنا وقيامنا وركوعنا وسجودنا وتضرعنا وتخشعنا وتمم تقصيرنا واستجب دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. നല്ലൊരു ദുആയിട്ടിക്കട ആ ഒരു നരകത്തിൽ നിന്നിട്ട് റബ്ബേ നന്റെ നീ മോചിപ്പിക്കണമെന്ന് ചൊന്നിട്ടില്ല എനിക്ക് ആ ഒരു അർത്ഥമുണ്ട്. നല്ലൊരു ദുആ നന്റെ നീനെ വിജയങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. എൻ്റെ നിസ്കാര നോമ്പോ റുക്കു സുജൂദ് എല്ലാം നീ കബൂലാക്കണം. നല്ല അർത്ഥമുണ്ട് എനിക്കത്ത് ഒരു ദുആവും കൂടിയായിട്ട് കിട. അപ്പം ഈ ഒരു ദുആവും കൂടി ആ നിസ്കാരമെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ദുആവും കൂടി നീ ദുആർക്ക് അതേപോലെ ഞങ്ങളുടെ പള്ളിയിൽ നിങ്ങൾ നോക്കിയാൽ തറാവീഹ് നിസ്കാരം ആയാൽ പിന്നെ ആ ഒരു റമദാൻ്റെ നീയത്തെല്ലാം വെച്ച് കൊടുക്കുക. അതും നല്ലൊരു വിഷയമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നീയത്ത് മറന്നുകൊണ്ടേക്ക് അതൊരു നെനപ്പാക്കലുമായിട്ടിക്കടെ അതൊരു നല്ല വിഷയം. അതേപോലെ നിങ്ങളുടെ ഉമ്മമാർ അങ്ങനെ തറാവീഹ് നിസ്കാരമെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു റമദാൻ്റെ നെയ്യത്തും കൂടി വെച്ചതിന് കണ്ടെങ്കിൽ വലിയൊരു റാഹത്ത് അവിടെ ഉണ്ടായി. അപ്പോൾ ഈ വിഷയമെല്ലാം എന്താക്കാം പ്രധാനമായിട്ടും ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണായ ഇടയ്ക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ ഇങ്ങനെയായിട്ടിക്കടെ ഞങ്ങൾ തറാവീഹ് നിസ്കരിക്കണായ നല്ല ആവേശത്തിലും നല്ല ഈമാൻ അതൊരു മടി ബച്ചൽ എന്തും ഞങ്ങൾ കാണും. കാരണം എന്താ റമദാനിൽ മാത്രമായിട്ടിക്കടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടും. ഇങ്ങനെ ഒരു തറാവീഹ് നിസ്കരിക്കുള്ള ഒരു ചാൻസ് കിട്ടും. അപ്പോൾ അതിലൊരു ബച്ചൽ മടിയൊന്നും കാട്ടാട്ട് ആണെങ്കിൽ എത്ര എല്ലാവരും ജമാഅത്ത് പോയിട്ട് നിസ്കരിക്കുക. ഔത്തുള്ള എനിക്കത്തെ ഉമ്മ പെങ്ങന്മാർ ഔത്തുല എന്താക്കുക നിങ്ങൾക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കുക. അവിടെങ്കിൽ വലിയ ഹയറായിട്ട് കഴിയുമ്പോൾ അങ്ങനെ സൗകര്യം ആവില്ലാണ്ട് കണ്ടെങ്കിൽ ആ സിംഗിളായിട്ട് എന്താക്കുക ആ ഒരു നിസ്കാരം നല്ല റാഹത്തിൽ ഒരു ഉറക്ക് ബച്ചൽ തൂങ്ങലെന്തോ ഇല്ലാണ്ട് നല്ല ആവേശത്തിൽ എന്താക്കുക നിസ്കരിക്കുക. പടച്ചറബ്ബ് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാന്റെ എല്ലാ പ്രതിഫലവും റബ്ബ് നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.